കോടതിയിൽ നിന്നുള്ള അഭിഭാഷകന്റെ പ്രതികരണം. കെ ബാബുവിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജയുടെ പ്രതികരണമാണ് പുറത്തുവരുന്നത്. കെ ബാബുവിന് അങ്ങേറ്റം ആശ്വാസം നൽകുന്ന കോടതി വിധിയായി ഇത് മാറുകയാണ്. സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് ഹർജി നൽകുന്നു. കെ ബാബുവിന് MLA ആയി തുടരാം. സ്വരാജ് ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്കടക്കം നീങ്ങുന്ന നിയമ പോരാട്ടമായി ഇത് മാറും. ഇതിൽ പ്രതികരണം വ്യക്തമാവേണ്ടത് ഇടതു കേന്ദ്രങ്ങളുടേതാണ്. കാരണം സുപ്രീം കോടതി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് അത്തരമൊരു അപ്പീൽ സാധ്യതയിലേക്ക് പോകുമോ? ഇനി 2 വർഷം, കഷ്ടിച്ച് 2 വർഷം മാത്രമാണ് നിയമസഭയുടെ കാലാവധി ശേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് സ്വരാജോ അദ്ദേഹത്തിന്റെ അഭിഭാഷകരോ നീങ്ങുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കെ ബാബു സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. തന്റെ വാദങ്ങൾ കോടതി ശരിവെച്ചു. ഒപ്പം താൻ മതചിഹ്നങ്ങൾ ഒന്നും ഉപയോഗിച്ചില്ല, കൃത്രിമ രേഖയാണ് കോടതിയിൽ ഹാജരാക്കി എന്നതായിരുന്നു വാദം. കെ ബാബു ശ്രീ അയ്യപ്പന്റെ പേര് പറഞ്ഞ്, അതേപോലെ അയ്യപ്പന്റെ ഫോട്ടോ ഉള്ള വോട്ടർ സ്ലിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് അങ്ങനെ ഒരു റിലീജിയന്റെ പേരിൽ അല്ലെങ്കിൽ ഇലക്ഷൻ ഒരു അയ്യപ്പന്റെ ഫോട്ടോ വെച്ച ഈ സ്ലിപ്പ് വിതരണം ചെയ്ത് വോട്ട് പിടിച്ചു എന്നുള്ള ആരോപണമായിരുന്നു സ്വരാജ് ഉന്നയിച്ചിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള യാതൊരു തെളിവും സ്വരാജിന് കോടതിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇലക്ഷൻ പെറ്റീഷൻ തള്ളിയത്. എന്തൊക്കെ ഗ്രൗണ്ട്സിലാണ് ഇതിപ്പോ തള്ളിയിരിക്കുന്നത്? അപ്പൊ വളരെ 3-4 ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം അപ്പീൽ ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ എന്നുള്ളൊരു ഗ്രൗണ്ടായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ പലതും ഹൈക്കോടതി ആദ്യമേ തന്നെ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരുന്നു. ഈ ഇലക്ഷൻ സ്ലിപ്പിൽ അയ്യപ്പന്റെ പടം വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന ഒരൊറ്റ ആരോപണം മാത്രമാണ് ട്രയലിലേക്ക് പോയിരുന്നത്. അതിനാണ് ശ്രീ സ്വരാജ് തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷെ അതൊന്നും റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിറ്റ്നസ്സുകളല്ല. അപ്പോൾ വിറ്റ്നസ്സുകൾ പറഞ്ഞിരിക്കുന്ന മൊഴി കൊറോബറേറ്റ് ചെയ്യുന്ന യാതൊരു ഡോക്യുമെന്ററി എവിഡൻസും സ്വരാജിന് ഹാജരാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ. അല്ല, വിധിപ്പകർപ്പ് മൊത്തമായിട്ട് എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മെയിനായിട്ട് ഹൈക്കോടതി ഓപ്പറേറ്റീവ് പോർഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറൽ എവിഡൻസ് അല്ലാതെ അവർ കൊടുത്തിരിക്കുന്ന ഒരു കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും ഹൈക്കോടതിയിൽ അവർക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് മൊത്തത്തിൽ ജഡ്ജ്മെന്റ് എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. ഈ കൊടുത്തിരിക്കുന്ന സ്ലിപ്പ്, അതായത് ഈ തെളിവായി കൊണ്ടുവന്ന ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ, അയ്യപ്പന്റെ പടമുള്ള തെരഞ്ഞെടുപ്പ് സ്ലിപ്പ്, അതിന്റെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഇപ്പൊ ജഡ്ജ്മെന്റ് മൊത്തത്തിൽ വായിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ അതായിരിക്കാം കോടതി കണ്ടെത്തിയ ഒരു റീസൺ. താങ്ക് യു. അറിയേണ്ടതുണ്ട്. കാരണം കെ ബാബുവിന്റെ അഭിഭാഷകനടക്കം കോടതി വിധിയിൽ കണ്ടെത്തലുകൾ, വിധി കോടതി എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ വിലയിരുത്തിയത് എന്നതിൽ ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും സ്വരാജ് ഹാജരാക്കിയ രേഖകൾ അതിൽ ചില സംശയം കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കൃത്യമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. വാദത്തിന് അനുസൃതമായ രേഖകൾ കോടതിയിൽ എത്തിയില്ല എന്നതാവാം ഒരുപക്ഷെ സ്വരാജിന് ഈ കേസിൽ തിരിച്ചടി ഉണ്ടാക്കിയത് എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും.